എല്ലാവർക്കും നമ്മുടെ കെ എവറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ചാനലിൽ നമ്മൾ പറയാൻ പോകുന്നത് ബേഡ്സിനെ വളർത്തുന്നവർ മിക്കവാറും ആൾക്കാരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് കിളികൾക്കുണ്ടാകുന്ന പേൻശല്യം. അത് നാച്ചുറലായിട്ട് നമുക്ക് എങ്ങനെ ഒഴിവാക്കിയെടുക്കാം എന്നതിനെ പറ്റിയുള്ളൊരു ഡീറ്റെയിൽ വീഡിയോ ആണ്. അന്നിപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്നവർ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. പേൻ എങ്ങനെ വരാനുള്ള സാധ്യത, അതുപോലെ അതെങ്ങനെ ഒഴിവാക്കാം, അതിനെപ്പറ്റിയുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ്. അപ്പോൾ നമ്മളൊരു ബേഡിനെ എവിടെന്നെങ്കിലും പുറത്തുനിന്ന് കൊണ്ടുവരുമ്പോൾ ആ ബേഡിന് പേൻശല്യം ഉണ്ടെങ്കിൽ നമ്മുടെ മറ്റ് ബേഡുകൾക്ക് പകരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ അപ്പടി തന്നെ അതിനെ കൊണ്ടുപോയി കൂട്ടിലിട്ട് കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും പേൻശല്യമോ അതോ മറ്റെന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ ഒക്കെ അതിന് പകരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരാഴ്ച അതിനെ വേറൊരു കേജിലിട്ട് നമുക്ക് വാച്ച് ചെയ്യാം. അതിന് വേറെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാര്യം പേൻശല്യമാണ്, അതിനെപ്പറ്റി പറയാം. അപ്പോൾ നമ്മൾ നാച്ചുറലായിട്ട് ഇവരെ എങ്ങനെ ഒഴിവാക്കാമെന്ന് പറയുന്നത് വെച്ചാൽ അരിവേപ്പിൻ്റെ ഇല അപ്പോൾ നമ്മുടെ വീടുകളിലും നാടുകളിലൊക്കെ ഉണ്ടാവും. ആ അരിവേപ്പിൻ്റെ ഇല നല്ലോണം തിളപ്പിക്കാം, നല്ലോണം തിളപ്പിക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് എന്ത് ചെയ്യാം, മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് നല്ലവണ്ണം തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഇത് ചെറിയൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് കൂട്ടിൽ അടിച്ചു കൊടുക്കാം. അതുപോലെ പേൻശല്യമുള്ള കിളികൾക്ക് അവരെ മേത്ത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇനി അഥവാ കുളിക്കുന്ന കിളികളാണെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ അവരെ ഒരു ചെറിയൊരു ബൗളിൽ ആക്കി ഒഴിച്ചു കൊടുക്കാം. അവർ കുളിച്ചാൽ വിഷയമല്ല, കുറച്ച് കുടിച്ചു പോയാലൊന്നും വിഷയമല്ല. അരിവേപ്പിൻ്റെ ഔഷധമാണ്. അപ്പോൾ ആ വെള്ളം കുടിച്ചു പോയാലൊന്നും മറ്റ് രോഗങ്ങളോ അതുപോലെ വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല. അങ്ങനെ നമുക്ക് ചെയ്യാം. പിന്നെ ഇംഗ്ലീഷ് മെഡിസിൻ ഉണ്ട്, അതൊക്കെ നമുക്ക് ചെയ്യുന്നത് അത്ര സാക്ഷ്യത അല്ല. കാരണം ഓവർഡോസൊക്കെ കഴിഞ്ഞാൽ കിളികൾക്ക് മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ഈ പേൻശല്യം എങ്ങനെ വരുമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു കൂട്ടിൽ നമ്മൾ ഒരു ലവ് ബേഡ്സിനെ മറ്റേതെങ്കിലും ഒരു കിളിയെ വളർത്തുമ്പോൾ പുറത്തുനിന്ന് വരുന്ന കിളികളുണ്ടാവും. നമ്മൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം, പുറത്തുനിന്ന് പിന്നെ നമ്മളെ കുരുവി, അതുപോലെ മറ്റ് ഈ മണ്ണാത്തിപ്പുള്ള്, അങ്ങനെ ചില കിളികൾ നമ്മുടെ ബേഡ്സിന് ഇട്ട് കൊടുക്കുന്ന ഈ ബാക്കി വരുന്ന ബാലൻസ് പുറത്ത് വെക്കുന്നതും അതിൻ്റെ അടിയിൽ നിന്നൊക്കെ കഴിക്കാൻ വരുന്ന ഈ ബേഡുകളുണ്ടാവും. അവരുമായിട്ട് സമ്പർക്കം നടന്നാൽ കിളികൾക്ക് പേൻശല്യം വരാനുണ്ടാവുന്ന 100% വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൂട് നമ്മൾ ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ അതിലെന്തെങ്കിലും പങ്കലുകളൊക്കെ വന്നിട്ട് ചെറിയ പ്രാണികളൊക്കെ വന്ന് അങ്ങനെയെങ്കിലും ബേഡ്സിന് പേൻശല്യം വരാനുണ്ട്. അതുപോലെ നമ്മൾ ബ്രീഡിങ് ചെയ്ത് അതുപോലെ ലവ് ബേഡ്സ് ആയാലും മറ്റേതെങ്കിലും ബ്രീഡിങ് ബോക്സുകൾ നമ്മൾ ഒരു ബ്രീഡിങ് കഴിഞ്ഞ് നമ്മളത് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ അതിലും കൂടി കുറച്ച് കഴിഞ്ഞാൽ ഓരോരോ പ്രാണികൾ വന്നു കഴിഞ്ഞാൽ അതും ബാനായി മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ അടിയിൽ നെറ്റ് വരുന്ന കേജുകൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതിൻ്റെ കാഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ താഴോട്ട് വീഴും. പിന്നീട് നമുക്ക് പുറത്തുനിന്ന് വരുന്ന ബേഡുകളെ എങ്ങനെ ഇതിൻ്റെ അടുത്ത് എത്താണ്ടിരിക്കാം എന്നുള്ളതിനെ പറ്റി നമുക്ക് സൈഡിൽ കൂടിയൊക്കെ മറച്ചളയാം. എന്തെങ്കിലും ചെറിയ പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് മറിച്ച് ഇവരെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ അപ്പോൾ ഈ നമ്മുടെ ബേഡ്സിന് പേൻശല്യം ഉണ്ടോ എന്ന് എങ്ങനെ അറിയാമെന്ന് വെച്ചാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവർ വല്ലാത്ത രീതിയിൽ ഇവരുടെ ഫെദറുകൾ തൂവലുകളൊക്കെ കൊത്തിപ്പറിച്ച് കളയുന്നത് കാണാം. അതുപോലെ കുറേ നേരം ഇങ്ങനെ ചൊറിഞ്ഞ് കളിക്കുന്നത് കാണാം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അധികവും അത് പേൻശല്യമാകാനാണ് സാധ്യത. അത് നമ്മുടെ ഈ ഫെദറുകളൊക്കെ ഇങ്ങനെ അവരെന്നെ ഇങ്ങനെ ഒന്ന് വിതർത്തി വെച്ച് ഇങ്ങനെ കുറേ നേരം തിരിഞ്ഞ് കൊത്തി കളിക്കും. അത് ഈ പേൻശല്യമുള്ളത് കൊണ്ടാണ്. അങ്ങനെ കണ്ടുവന്നാൽ നമുക്ക് ഞാൻ പറഞ്ഞ മാതിരി നാച്ചുറലായിട്ട് ആര്യവേപ്പിൻ്റെ ഇല നല്ല തിളപ്പിച്ച് അതിലെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി കൂട്ടി നല്ലവണ്ണം തിളപ്പിച്ചെടുത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഈ കൂട് പേൻശല്യം ഉണ്ടെങ്കിൽ ആ കൂട് മൊത്തം നമുക്ക് സ്പ്രേ ചെയ്യാം, നല്ലവണ്ണം സ്പ്രേ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ആ കിളിയെ എടുത്ത് നല്ലൊരു പാത്രത്തിൽ വെച്ച് നമുക്ക് തന്നെ കൈകൊണ്ട് തന്നെ മുക്കി നല്ലവണ്ണം 2 വട്ടം കുളിപ്പിച്ചാലും മതി. ഇപ്പോൾ ഇംഗ്ലീഷ് മെഡിസിൻ കുറേ ഇറങ്ങിയിട്ടുണ്ട്. അതിനെക്കൊണ്ടുള്ള മെച്ചം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു 1-2 ദിവസം നമ്മൾ തന്നെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ അവരെ പേൻശല്യം വേഗം തന്നെ മാറിക്കിട്ടും. ഈ നാച്ചുറൽ മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ നമ്മളൊരു ആഴ്ചയെങ്കിലും തുടർച്ചയായി ആ പ്രക്രിയ ചെയ്തു വരണം. അതിനെക്കൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മളൊരു പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടെടുക്കുന്ന മെഡിസിൻ ആകുമ്പോൾ അത് നമ്മൾ തന്നെ അവരെ കുളിപ്പിച്ചെടുക്കണം. കാരണം അത് അവരുടെ വായിലായാലും അവർ കുടിക്കുകയോ ചെയ്താൽ ബേഡ് മരണപ്പെടും. അപ്പോൾ
രണ്ടും നല്ല മെത്തേഡാണ്, നല്ല റിസൾട്ട് ഉള്ളതാണ്. അപ്പോൾ ഞാൻ ഡേവിയറിൽ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ബെറ്ററായിട്ട് തോന്നിയത് ഫാസ്റ്റായിട്ട് ചെയ്യണമെങ്കിൽ ഇംഗ്ലീഷ് മെഡിസിനാണ് ഏറ്റവും നല്ലത്. നാച്ചുറലായിട്ടാണെങ്കിൽ ഒരാഴ്ച നമുക്ക് തുടർന്ന് ചെയ്യണം. ഇന്ന് വെച്ചാൽ നാളെ തന്നെ കണ്ടിന്യൂ ആയിട്ട് ഒരാഴ്ച വെച്ച് കൊടുക്കണം. എന്ന് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇനി കുളിക്കുന്ന വേർഡാണെങ്കിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, അവരങ്ങ് ഓട്ടോമാറ്റിക് കുളിക്കുമല്ലോ. പിന്നെ അതുപോലെ തന്നെ ഒരാഴ്ച എന്ത് ചെയ്യണം, നമ്മുടെ കൂടിൻ്റെയും അതുപോലെ കേജിൻ്റെ ഒക്കെ ഉള്ളിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ പെയിന് പൂർണ്ണമായിട്ടും ഇല്ലാതാവുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടു നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബേഡ്സിനെ വളർത്തുന്ന നിങ്ങളെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ അടുത്തൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും വരുന്നതാണ്.